ഒരു സന്ധ്യാസമയം നന്ദഭവനത്തിലെ ഊട്ടുപുരയിൽ സന്തോഷം നിറഞ്ഞ ചിരി മുഴങ്ങി. നന്ദബാബയും വാത്സല്യത്തിന്റെ നിറകുടമായ മാതാ യശോദയും കുസൃതി കുടുക്കയായ ഉണ്ണിക്കണ്ണനും അത്താഴം കഴിക്കാനിരുന്നു. നല്ല ചൂടുള്ള മൃദുവായ ചപ്പാത്തികൾ മാതാ യശോദ വിളമ്പി. നന്ദബാബയ്ക്ക് ചപ്പാത്തിയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട കടും പച്ച നിറമുള്ള നീളൻ പച്ചമുളകും, ഉണ്ണിക്കണ്ണന് ചപ്പാത്തിയും അവന് ലോകത്തെക്കാളും ഇഷ്ടമുള്ള വെണ്ണയും. നന്ദബാബ ഒരു ചപ്പാത്തി കഷ്ണത്തോടൊപ്പം ഒരു പച്ചമുളക് എടുത്ത് കഴിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു സന്തോഷം. ആ സമയത്താണ് വെണ്ണയിൽ ശ്രദ്ധിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ ആ പച്ച നിറമുള്ള കൗതുക വസ്തുവിലേക്ക് നോക്കിയത്. ഇതെന്തായിരിക്കും? ബാബ എന്തോ മധുരമുള്ള രഹസ്യം ഒളിപ്പിക്കുകയാണോ? ഉണ്ണിക്കണ്ണന്റെ കണ്ണുകളിൽ സംശയം നിറഞ്ഞു. നന്ദബാബയ്ക്ക് കാര്യം പിടികിട്ടി. നന്ദബാബ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പാത്രത്തിലെ ചപ്പാത്തിയുടെ അടിയിൽ ഒളിപ്പിച്ചു. എന്നിട്ട് സ്നേഹത്തോടെ പറഞ്ഞു, കണ്ണ, ഇത് നിനക്ക് കഴിക്കാനുള്ളതല്ല, ഇത് വളരെ വളരെ എരിവുള്ളതാണ്. നീ കഴിക്കേണ്ടത് ചപ്പാത്തിയും നിനക്കിഷ്ടപ്പെട്ട വെണ്ണയും മാത്രം മതി. മാതാ യശോദയും വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു, അതെ കണ്ണ, ഇത് നമുക്ക് ആർക്കും കഴിക്കാൻ പറ്റുകയില്ല, വളരെ എരിവാണ്. പക്ഷേ കൃഷ്ണന്റെ മനസ്സ് അസ്വസ്ഥമായി. ബാബയും മയ്യയും എന്തുകൊണ്ട് ഈ പച്ച സാധനം എന്നിൽ നിന്ന് ഒളിക്കുന്നത്? എനിക്കായി കരുതി വെച്ച, ഞാൻ ഇതുവരെ രുചിക്കാത്ത എന്തെങ്കിലും പ്രത്യേക മധുരമായിരിക്കുമോ ഇത്? എങ്കിൽ പിന്നെ എന്തിനാണിത് എരിവുള്ളതാണെന്ന് കള്ളം പറയുന്നത്? കണ്ണൻ അന്ന് തന്നെ ഒരു വീര തീരുമാനമെടുത്തു. എന്ത് സംഭവിച്ചാലും ആ മാന്ത്രിക പച്ച രഹസ്യം ഞാൻ രുചിച്ചിരിക്കും. അങ്ങനെ അടുത്ത ദിവസം ഭക്ഷണ സമയമായി. മാതാ യശോദ പതിവ് പോലെ സ്നേഹത്തോടെ വിളമ്പാൻ തുടങ്ങി. കൃഷ്ണൻ തന്റെ ഏറ്റവും നിഷ്കളങ്കമായ മുഖഭാവം വരുത്തി മാതാ യശോദയോട് പറഞ്ഞു, മയ്യ, എനിക്കിന്ന് വിശക്കുന്നില്ല, അങ്ങും ബാബയും കഴിച്ചോളൂ. പെട്ടെന്ന് നന്ദബാബയ്ക്കും മാതാ യശോദയ്ക്കും അത്ഭുതമായി. കണ്ണൻ ആഹാരം വേണ്ടെന്നോ? തുടർന്ന് അവർ കഴിക്കാൻ തുടങ്ങി. ആ തക്കം നോക്കി കൃഷ്ണൻ ഒരു മിന്നൽ പോലെ വേഗത്തിൽ നന്ദബാബയുടെ പാത്രത്തിലുണ്ടായിരുന്ന ആ പച്ചമുളക് എടുത്ത് അവൻ വായിൽ വെച്ചു. തുടർന്ന് അവൻ ധൈര്യത്തോടെ ചവച്ചു. എന്നിട്ട് വേഗത്തിൽ വിഴുങ്ങി. കൃഷ്ണ, അത് കഴിക്കരുത്, നന്ദബാബയും യശോദയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അടുത്ത നിമിഷം നന്ദഭവനം മുഴുവൻ നാക്കിൽ തീ പിടിച്ച കൃഷ്ണന്റെ അലർച്ച കൊണ്ട് നിറഞ്ഞു. ആദ്യം ഒരു ഞെട്ടൽ, പിന്നെ അവന്റെ കൊച്ചു മുഖം ചുവന്നു തുടുത്തു. കണ്ണുകൾ വിടർന്നു. എരിവിന്റെ കോലാഹലത്തിൽ കൃഷ്ണൻ ഉറക്കെ കരയാൻ തുടങ്ങി. അവന്റെ വലിയ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. മാതാ യശോദ പരിഭ്രാന്തയായി അവനെ വാരിയെടുത്തു. എന്റെ കണ്ണ, നീ ഇതെന്താ ചെയ്തത്? അവർ ഉറക്കെ പറഞ്ഞു. ഉണ്ണിക്കണ്ണൻ പെട്ടെന്ന് നാവ് പുറത്തിട്ട് ചുമയ്ക്കുകയും തുപ്പുകയും ചെയ്തു. തുടർന്ന് കണ്ണൻ നാവിൽ പിടിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മയ്യ, എന്റെ നാക്ക് കത്തുന്നു, തീ പിടിച്ചതുപോലെ. നന്ദഭവനം നിമിഷങ്ങൾക്കകം ഗോപികമാരെ കൊണ്ട് നിറഞ്ഞു. എല്ലാവരും പരിഹാരങ്ങളുമായി ഓടി. ഒരാൾ തണുത്ത പാൽ കൊണ്ടുവന്നു, മറ്റൊരാൾ നെയ്യും പഞ്ചസാരയും ചേർത്ത് കൊണ്ടുവന്നു, ഒരാൾ മധുരമുള്ള ശർക്കരയുമായി ഓടിയെത്തി. മാതാ യശോദ തന്റെ കൈപുണ്യത്തിൽ ഉണ്ടാക്കിയ മധുരമുള്ള പായസവുമായി എത്തി. അങ്ങനെ നിരവധി മധുര പലഹാരങ്ങൾ കൃഷ്ണന്റെ വായിലേക്ക് ഒഴുകിയെത്തി. കൃഷ്ണന്റെ അവസ്ഥ മനസ്സിലാക്കിയ നന്ദബാബ കണ്ണന്റെ ശ്രദ്ധ തിരിക്കാൻ പറഞ്ഞു, ഓ ദുഷ്ടമുളകെ, എന്റെ കൊച്ചു കണ്ണനെ നിനക്ക് വെറുതെ വിടാമായിരുന്നില്ലേ? ദിവസവും നിന്നെ മോഷ്ടിക്കാൻ അവൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് നീ ഒടുവിൽ അവനെ തോൽപ്പിച്ചു അല്ലേ? തുടർന്ന് മാതാ യശോദ അവനോട് പറഞ്ഞു, ലല, ഞാൻ പറഞ്ഞതല്ലേ അത് വളരെ എരിവുള്ളതാണെന്ന്. കുറച്ചു സമയങ്ങൾക്ക് ശേഷം എരിവിന്റെ കോലാഹലം പതിയെ അടങ്ങി. കൃഷ്ണൻ ശാന്തനായി. പക്ഷേ അവന്റെ കൊച്ചുമുഖം ഇപ്പോഴും ചുവന്നു തുടുത്തിരുന്നു. തുടർന്ന് നന്ദബാബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ബാബ മുളക് ഒളിച്ചു വെച്ചാൽ നീ അതിന്റെ പിന്നാലെ പോകില്ലല്ലോ അല്ലെ? കളിയാക്കലുകൾ കേട്ട് കൃഷ്ണൻ ആദ്യം ദേഷ്യം നടിച്ച് കവിളുകൾ വീർപ്പിച്ചെങ്കിലും എല്ലാവരുടെയും ചിരിയിൽ അവനും പങ്കുചേർന്നു. ഇനി ഒരിക്കലുമില്ല, ഞാൻ എന്റെ വെണ്ണ മാത്രം കഴിക്കും എന്നവൻ ഉറക്കെ പറഞ്ഞു. കൃഷ്ണന്റെ കുസൃതിയുടെ മധുരം ആ പച്ചമുളകിന്റെ എരിവിനേക്കാൾ വലുതായിരുന്നു. നന്ദഭവനം സന്തോഷം കൊണ്ട് നിറഞ്ഞു. രാധേ രാധേ.